തൻ്റെ സാരിയൊക്കെ അഴുക്കാവും. അത് സാരമില്ല. എന്നിട്ട് അപ്പം ചേച്ചി പറഞ്ഞത് ബാക്കി പറയും. അല്ല, അന്ന് ഞാൻ കവിയൂർ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ് കവിയൂർ NSS പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം സ്കൂളിൽ നിന്ന് വരുന്ന വഴി ആ കാറിൻ്റെ ബാക്കിൽ ആരോ ഇങ്ങനെ വന്നു. ഞാൻ വീട്ടിൽ വന്ന് ആരോ എന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് കയറി വന്നു. ആരൊക്കെയാണെന്ന് അറിയണ്ടേ? ദേവരാജ മാഷ്, ശങ്കരാടി സാറ്, അങ്ങനെ വേറെ 2 ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അന്ന് അവിടെ ഇരുന്ന് എന്നോട് പാടാൻ പറഞ്ഞു. ഞാനൊരു കീർത്തനമാണ് പാടിയത്. പാടി മാഷ്ക്ക് ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ ദേവരാജ മാഷ് അന്ന് എൻ്റെ പാട്ട് ഇഷ്ടമായില്ലായിരുന്നെങ്കിൽ ഞാൻ നാടകത്തിലും വരില്ല, സിനിമയിലും, അതായത് മൊത്തത്തിൽ പറഞ്ഞ അഭിനയ രംഗത്തേക്കേ ഞാൻ വരില്ല. അതൊരു പാട്ടുകാരി, എങ്ങനത്തെ പാട്ടുകാരിയാവൂ അതറിയില്ല. ഒരു പാട്ടുകാരിയായിട്ട് അങ്ങനെ ജീവിച്ചു. അല്ല, അപ്പോൾ ഇത് എന്തെങ്കിലും ഗാനമേളയ്ക്ക് എന്തെങ്കിലും പോയിരുന്നു? അങ്ങനെ ഒരു കുട്ടി സംഗീത കച്ചേരി ചെയ്തു ഞാൻ. പിന്നെ സ്റ്റേജിൽ 3 മണിക്കൂർ സംഗീത കച്ചേരി നടത്തിയിരുന്നില്ലേ? അങ്ങനെയാണ് അറിഞ്ഞത്. ആ, പിന്നെ സ്കൂളിലെ മാഷന്മാരാരോ ഇങ്ങനെ പാർട്ടിയുമായിട്ട്, അതും അറിയാമല്ലോ, KPSC കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പാട്ടിനെ പറ്റി പറയുമ്പോഴാണ് പഴയ പാട്ടുകൾ ഇന്ന് നമ്മളെ ഭയങ്കര ശരിക്കും പാട്ടുകൾ നമ്മൾ ഒരുപാട് ബാക്കിലേക്ക് കൊണ്ടു അല്ലേ? കുട്ടിക്കാലത്ത് കേൾക്കുന്ന പാട്ടുകളൊക്കെ കേട്ട് ഇപ്പോൾ കേൾക്കുമ്പോൾ എനിക്കൊക്കെ എന്തോ വെറുതെ ഒരു സങ്കടം വരും. കുറേ കാലം മുമ്പ് കേട്ട പാട്ടുകൾ, അന്നൊക്കെ നല്ല നല്ല പാട്ടുകളുണ്ടായിരുന്നു. ഞാൻ അന്നും ഇന്നും എന്നും നല്ല പാട്ടുകൾ മാത്രം. അല്ല, ഇപ്പോൾ പക്ഷേ ഒരു മാറ്റം വന്നല്ലോ. ചേച്ചി എങ്ങനെയാണ് അത് കാണുന്നത്? മാറ്റം അതിപ്പോൾ എല്ലാത്തിലും വന്നിട്ടില്ലേ? എല്ലാത്തിലും മാറ്റം തന്നെയാണ്. പക്ഷെ നമുക്കൊന്നും മാറാനൊക്കില്ലല്ലോ. നമ്മുടെയൊക്കെ ഇഷ്ടങ്ങളൊന്നും ഒരിക്കലും മാറില്ല. പ്രത്യേകിച്ച് ഞാൻ കുഞ്ഞിലേ മുതലേ സംഗീതം അഭ്യസിച്ചതുകൊണ്ട് ആയിരിക്കാം എനിക്ക് ഈ ക്ലാസിക്കൽ ടച്ചസ് ഉള്ള ഗാനങ്ങളോടാണ് കൂടുതൽ താല്പര്യം. അടിപൊളി ഇഷ്ടമല്ലേന്ന് ചോദിച്ചാൽ കേൾക്കുമായിരിക്കാം, പക്ഷെ ഒരിക്കലും അത് മനസ്സിലേക്ക് കയറില്ല, ഒരിക്കലും കയറില്ല. അയ്യോ, നമുക്ക് മണപ്പുറത്ത് അമ്പലത്തിലേക്ക് പോകണ്ടേ? വാ എന്നാ എനിക്ക്